അയ്യോ, എൻ്റെ ഏട്ടനോ അച്ഛനോ പറഞ്ഞ പ്രശ്നമാണേ, ഇതിൽ ഞാനില്ല എന്നൊരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത് മാറി. അച്ഛനല്ലേ, സമ്മതിച്ചോളും. യെസ്, മാസ്കുലിനിറ്റി എന്ന കോൺസെപ്റ്റിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എ ട്രാൻസ്ഫോർമേഷൻ ഫ്രം മാസ്കുലിനിറ്റി ടു ട്രാൻസ്ഫോർമേറ്റീവ് മാസ്കുലിനിറ്റി. അതായത് പാരന്റിങ് എന്ന് പറയുന്നത് ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് ഒരു നമ്മുടെ പുരുഷ വിഭാഗം മനസ്സിലാക്കി തുടങ്ങിയത് എന്നാണോ അന്ന് മുതലാണ് ട്രാൻസ്ഫോർമേറ്റീവ് മാസ്കുലിനിറ്റി കോൺസെപ്റ്റിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു തുടങ്ങിയത്. ഇതിപ്പോ ഇവിടെ പറയാനുള്ള കാരണമല്ലേ നിങ്ങൾ നോക്കുന്നത്? കാരണമുണ്ട്. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് BA സോഷ്യോളജിക്കാർക്ക് സോഷ്യോളജി ഓഫ് ജെൻഡർ എന്നൊരു പേപ്പർ പഠിക്കാനുണ്ട്. ആ പേപ്പറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിരിക്കുന്ന ഒരു ഭാഗമാണ് ട്രാൻസ്ഫോർമേറ്റീവ് മാസ്കുലിനിറ്റി. ഇനി നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ക്ലാസ്സുകൾ വേണമെന്നാണെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ നമ്മൾ ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അക്കാഡമിയെ വേഗം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇഗ്നോന്റെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക.